ഇന്ന് രാവിലെ തൊട്ടിട്ട് അടുക്കള സാമ്രാജ്യം എനിക്കാണ് കേട്ടോ. അതായത് രാവിലെ ചോറ് വെക്കുന്ന പരിപാടി തൊട്ടിട്ട് എനിക്കുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചോറ് വയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ചോറ് വയ്ക്കുന്ന പരിപാടിയൊക്കെ അമ്മ ചെയ്യാറുണ്ട്. ചായക്കടി, കറി, ഉപ്പേരി വകസ് പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അടിച്ച് വാരി തുടക്കിലെ ലിസ്റ്റിൽ എൻ്റെ മാത്രം പരിപാടിയാണ് കേട്ടോ. അതായത് ഞാനിവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഇൻ കേസ് എനിക്ക് വയ്യ ലേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അമ്മയ്ക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിലില്ല, അമ്മമ്മയുടെ ചാത്താണ് കേട്ടോ. അപ്പോൾ അമ്മ മാമൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ്. ഇന്നലെ വൈകിട്ടേ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ടിട്ട് എല്ലാം എനിക്കാണ്. ഞാൻ എണീക്കുമ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, മെല്ലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എണീറ്റു അടുപ്പ് കത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതും എനിക്കറിയാത്തതായിട്ടൊരു കാര്യമാണ് അടുപ്പ് കത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഒന്നുകൂടെ സെറ്റായിട്ടോ. വിറക് വെച്ച് കൊടുത്തിട്ട് ചെറുവക ഐറ്റംസൊക്കെ കയറ്റി വെച്ചിട്ട് ഓലക്കുടി വെക്കും കേട്ടോ. എനിക്കിങ്ങനെ വലിയതായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുള്ള പരിചയമൊന്നുമില്ല. വീട്ടിലുള്ളപ്പോഴാണെങ്കിലും ഗ്യാസ് ഇൻഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും അത്രയും അത്യാവശ്യമുണ്ട് കുറേ സമയത്ത് കത്തിക്കുന്നത് വല്ലതൊക്കെ ആണെങ്കിൽ എനിക്ക് അമ്മമ്മ കത്തിച്ചു തരും. ഇവിടെ അച്ഛമ്മ ആണെങ്കിൽ അച്ഛമ്മ കത്തിച്ചു തരും. പിന്നെ അച്ഛമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി കഴുകി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്തായാലും ആവാൻ കുറച്ച് സമയം എടുക്കും. മറ്റേ കുറുകിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് മൈൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചായക്കടീനെ കുറിച്ചിട്ട് കുറച്ച് ബോധേടാവേണ്ട കാര്യം ആയതുകൊണ്ട് എൻ്റെ അമ്മായിമ്മ ഓൾറെഡി ചപ്പാത്തി വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡിൽ ആ ചപ്പാത്തിയേ ഇല്ല. അപ്പം ഞാൻ തട്ടിക്കൂട്ട് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് റവയും കുറച്ച് അവിലും പിന്നെ കുറച്ച് അരിപ്പൊടി വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് സെറ്റാക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഇതെന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ചോറ് വാർക്കാനൊന്നും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഓരോ കൈകൊട്ട കോരിയിട്ട് ഞാനൊരു ചെറിയൊരു ബൗളിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് വരും. പിന്നെ ഞാൻ കൊള്ളി ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുത്തി ഉടച്ചു. അങ്ങനെ ഒരുവിധം പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് റൂമുകളുടെ തുടക്കലൊന്നും രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തന്നെ എല്ലായിടത്തും എത്തേണ്ട കാരണം എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിളക്ക് വെക്കാനായിട്ട് ഹോള് മാത്രം തുടച്ചിട്ട് ബാക്കിയുള്ള ഏരിയ ഞാൻ തുടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ റൂമുകൾ ഓരോന്ന് തുടച്ചു. പിന്നെ മീൻകാരൻ വരുന്ന സമയത്ത് ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയിലപ്പാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3 ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 1/2 കിലോ വാങ്ങിച്ചപ്പോൾ അതിൽ 3 തലയും ഞാൻ എടുത്തിട്ട് വേവിച്ചിട്ട് സാരയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോള് പിന്നെ എന്തായാലും 2-3 തവണ തുടയ്ക്കണതാണല്ലോ. അപ്പോൾ ഇതൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഞാൻ മീൻ വെക്കാനുണ്ട്, പക്ഷെ ഞാൻ കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേണം എനിക്ക് മീൻ കറി വെക്കാനായിട്ട്. അച്ചമ്മയ്ക്കുള്ള വേറെ വെപ്പ് വേണം, ബാക്കിയുള്ളവർക്ക് വേറെ വേണം. അങ്ങനെ 2 വെപ്പ് വെക്കണം. അങ്ങനെ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. മീൻ വെക്കുന്ന പരിപാടിയിലായിരുന്നു. എല്ലാം തന്നെ ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗാവും. പിന്നെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചടപടയെന്ന് പറഞ്ഞ് തീർക്കാറില്ല. എല്ലാം ആസ്വദിച്ച് ഫോണൊക്കെ തോണ്ടി മെല്ലെ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അതിലായതുകൊണ്ട് ഉടഞ്ഞു പോലും എന്നുള്ളതുകൊണ്ട് കറി തിളച്ച് വരുമ്പോഴാണ് ഞാൻ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.